ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കത് വായിച്ചു നോക്കിയാലോ? അസാന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അതുപോലെ വിശുദ്ധിയിൽ വളരാനുള്ള വഴി അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജീവിതവും ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവമായി പങ്കുവയ്ക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഓർക്കാം: ദൈവത്തിന് നമ്മെ പൂർണ്ണമായും അറിയാം എന്നുള്ളത്. ദൈവത്തിൻ്റെ പക്കൽ ഒന്നും നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയുകയില്ല. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുകയുമില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. അതിനാൽ ആദ്യമായി നമ്മുടെ പാപങ്ങളും തിന്മകളും കുറവുകളും അവിടത്തേക്ക് സമർപ്പിക്കാം. അതിൽ നിന്ന് മോചനം തരാൻ കഴിവുള്ളവനാണ് അവിടുന്ന്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യം പ്രാപിക്കും. ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ്ലീഹ സഭകളോട് കൽപ്പിക്കുന്നുണ്ട്. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ക്രൈസ്തവർ എല്ലാ വിശുദ്ധിയുടെയും മാതൃകയായ മിശിഹായെയാണ് ധരിച്ചിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ അനുസ്മരിപ്പിക്കുന്നു: ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. അതുകൊണ്ട് എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. മണവറ മലിനമാകാതിരിക്കട്ടെ. കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വിശുദ്ധ പൗലോസ്ലീഹ വീണ്ടും നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്: ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കാണ് അധികാരം. ഭാര്യ ഭർത്താവിനെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിച്ച് സമർപ്പിക്കണം. അതുപോലെ ഭർത്താവും ചെയ്യണം. അവിശ്വാസിയായ ഭർത്താവ് ഒരു ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു. എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്രേ. സമർപ്പിത ബ്രഹ്മചര്യ ജീവിതത്തിലൂടെ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി അവിഭജിത ഹൃദയത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധി പാലിക്കുകയാണ്. ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്ന ജീവിത അന്തസ്സ് അവർക്കുള്ള വിശുദ്ധിയുടെ മാർഗമാണ്. ഇനി വിശുദ്ധി പ്രാപിക്കാൻ എന്തൊക്കെ വഴികളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വഴി, പാപമാർഗത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ് വിശുദ്ധി പ്രാപിക്കാനുള്ള വഴി. അനാദി മുതലേ ദൈവഹിതം പാപത്തിനെതിരായിരുന്നു. പരിശുദ്ധിയാണ് അവിടുത്തെ ദൈവികതയുടെ അടയാളം. ഈ ദൈവികത പരിശുദ്ധിയിൽ പങ്കുചേരാൻ ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നു. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. രണ്ടാമതായിട്ട്, പരിശുദ്ധരായിരിക്കുവിൻ. ഈശോ അഭിലഷിച്ചു: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ശരീരത്തെയും ആത്മാവിനെയും എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചു. ദൈവഭയം വഴി വിശുദ്ധി പാലിക്കാൻ വിശുദ്ധ പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുന്നു. നമ്മെ നിർമ്മലരും പരിശുദ്ധരുമായി തൻ്റെ സന്നിധിയിൽ നിർത്തേണ്ടതിനാണ് തൻ്റെ സഹനവും മരണവും വഴി അവൻ നമുക്ക് സമാധാനം നൽകിയത്. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതം കുറ്റമറ്റതാക്കണം. സമാധാനത്തിൽ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും.
ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക്